നമസ്കാരം. ടാറ്റ സ്റ്റീലിന്റെ ക്വാർട്ടർലി റിസൾട്ടിന് മുന്നോടിയായിട്ടുള്ള ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. കമ്പനിയുടെ ഇന്ത്യയിലെ സ്റ്റീൽ പ്രൊഡക്ഷൻ വോളിയം ഇയർ ഓൺ ഇയറിൽ 6.4% വർദ്ധിച്ച് 5.32 മില്യൺ ടണ്ണായി ഉയർന്നു. സ്റ്റീൽ ഡെലിവറി വോളിയം 3% വർദ്ധിച്ച് 4.88 മില്യൺ ടണ്ണായി ഉയർന്നു. അതേസമയം ഇന്റർനാഷണൽ ബിസിനസ്സിൽ കമ്പനിക്ക് അത്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചില്ല. നെതർലൻഡിലെ സ്റ്റീൽ പ്രൊഡക്ഷൻ വോളിയം 23% ഇയർ ഓൺ ഇയറിൽ ഇടിഞ്ഞ് 1.17 മില്യൺ ടണ്ണും സ്റ്റീൽ ഡെലിവറി വോളിയം 7.86% ഇടിഞ്ഞ് 1.29 മില്യൺ ടണ്ണുമായി കുറഞ്ഞിട്ടുണ്ട്. UK-യിലെ പ്രൊഡക്ഷൻ വോളിയം 1.4% വർദ്ധിച്ച് 0.73 മില്യൺ ടണ്ണായെങ്കിലും ഡെലിവറി വോളിയം 4.5% ഇടിഞ്ഞ് 0.63 മില്യൺ ടണ്ണായി മാറിയിട്ടുണ്ട്. ടാറ്റ സ്റ്റീലിൻ്റെ ഈ ബിസിനസ് അപ്ഡേറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ്. ടാറ്റ ഗ്രൂപ്പിലെ തന്നെ ടൈറ്റാൻ എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുന്നോടിയായിട്ടുള്ള ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ബിസിനസ് അപ്ഡേറ്റിൽ ടൈറ്റാൻ ഇയർ ഓൺ ഇയറിൽ 22% വളർച്ചയാണ് ഡിസംബർ ക്വാർട്ടറിൽ കൈവരിച്ചത്. ടൈറ്റാൻ്റെ ജ്വല്ലറി സെഗ്മെൻറ്റ് 23% വളർച്ചയും വാച്ച് ആൻഡ് വിയറബിൾ സെഗ്മെൻറ്റ് 21% വളർച്ചയും കൈവരിച്ചു. അതേസമയം ഐ കെയർ ബിസിനസ് 3% ഇടിയുകയും ചെയ്തു. ടോട്ടൽ 90 സ്റ്റോറുകൾ കമ്പനി ഡിസംബർ ക്വാർട്ടറിൽ ഓപ്പൺ ചെയ്തു. ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 2949 എത്തുകയും സ്റ്റോർ ഗ്രോത്ത് 24% രേഖപ്പെടുത്തുകയും ചെയ്തു. ടൈറ്റാൻ്റെ സബ്സിഡറി കമ്പനിയായ കാരറ്റ് ലൈൻ 31% വളർച്ച ഇയർ ഓൺ ഇയറിൽ കൈവരിച്ചു. ഗോദ്രേജ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട പ്രധാന അപ്ഡേറ്റ്. ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ഗുജറാത്ത് ഗവൺമെൻറ്റുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. വരുന്ന 4 വർഷത്തേക്ക് 600 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. മാരിക്കോ എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുന്നോടിയായിട്ടുള്ള ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം മാരിക്കോയിൽ നിന്ന് മോശം ക്വാർട്ടർലി റിസൾട്ട് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് റവന്യൂ സിംഗിൾ ഡിജിറ്റിൽ ഇടിയും എന്നാണ് കമ്പനിയുടെ ബിസിനസ് അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ചില മാക്രോ എക്കോണമിക് ഹെഡ്വിൻഡുകളുടെ പശ്ചാത്തലത്തിൽ ഇൻ്റർനാഷണൽ ബിസിനസ് അത്ര മികച്ചതായിരിക്കില്ല. കൂടാതെ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ സിംഗിൾ ഡിജിറ്റ് റവന്യൂ ഡ്രോപ്പ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേസമയം കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിനിൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്തും ഹെൽത്തി എക്സ്പാൻഷനും പ്രതീക്ഷിക്കാമെന്നും മാനേജ്മെൻറ്റ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ബാങ്ക് ഓഫ് ബറോഡ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ 2 PSU ബാങ്കുകളുടെ ബിസിനസ് അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നു. ഇതിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്ലോബൽ ബിസിനസ് 10.68% വർദ്ധിച്ച് 22.95 ലക്ഷം കോടിയായി മാറി. ബാങ്ക് ഓഫ് ബറോഡയുടെ അഡ്വാൻസ് 13.5% വർദ്ധിച്ച് 10.49 ലക്ഷം കോടിയായി മാറി. ഡെപ്പോസിറ്റ് 8.34% വർദ്ധിച്ച് 12.45 ലക്ഷം കോടിയായി മാറി. ഡൊമസ്റ്റിക് ഡെപ്പോസിറ്റ്സ് 6.34% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 10.67 ലക്ഷം കോടിയും ഡൊമസ്റ്റിക് അഡ്വാൻസ് 13.4% വർദ്ധിച്ച് 8.62 ലക്ഷം കോടിയുമായി മാറി. മികച്ച ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് ആയിട്ട് ബാങ്ക് ഓഫ് ബറോഡയുടെ ബിസിനസ് അപ്ഡേറ്റിനെ വിലയിരുത്താവുന്നതാണ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ടോട്ടൽ ബിസിനസ് 20.68 ലക്ഷം കോടി മറികടന്നു. ഇവിടെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ടോട്ടൽ ബിസിനസ്സിൽ 10.67% വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. ബാങ്കിൻ്റെ ടോട്ടൽ അഡ്വാൻസ് 11.4% വർദ്ധിച്ച് 8.96 ലക്ഷം കോടിയായി മാറി. ഡെപ്പോസിറ്റ് 10.09% വർദ്ധിച്ച് 11.72 ലക്ഷം കോടിയായി മാറി. ഡൊമസ്റ്റിക് ഡെപ്പോസിറ്റ്സിൽ 8.5% വർധനവുണ്ടായി. ഡൊമസ്റ്റിക് ഡെപ്പോസിറ്റ് 11.54 ലക്ഷം കോടിയും ഡൊമസ്റ്റിക് അഡ്വാൻസ് 10.6% വർദ്ധിച്ച് 8.66 ലക്ഷം കോടിയുമായി മാറുകയും ചെയ്തു. JSW സ്റ്റീൽ എന്ന സ്റ്റോക്കിനെയും നമുക്ക് ഫോക്കസ് ചെയ്യാം. JSW സ്റ്റീൽ ഒഡീസ ഗവൺമെൻറ്റുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. JSW സ്റ്റീൽ ഒഡീസയിൽ 13.2 മില്യൺ മെട്രിക് ടൺ പെർ ആനം പ്രൊഡക്ഷൻ ശേഷിയുള്ള ഒരു മാനുഫാക്ചറിംഗ് പ്ലാന്റ് സ്ഥാപിക്കാൻ പോവുകയാണ്. ഇതിനുവേണ്ടി 2677 ഏക്കർ ഭൂമി അക്വയർ ചെയ്യുകയും ചെയ്തു. ജൂപ്പിറ്റർ വാഗൺ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. ജൂപ്പിറ്റർ വാഗൺ എന്ന കമ്പനിക്ക് ഒരു ലീഡിംഗ് ഓട്ടോമൊബൈൽ കമ്പനിയിൽ നിന്നും 100 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഡബിൾ ഡെക്കർ ഓട്ടോമൊബൈൽ കരിയർ വാഗൺ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഓർഡറാണ് ജൂപ്പിറ്റർ വാഗൺ എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. നാരായണ ഹൃദയാലയ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. നാരായണ ഹൃദയാലയ എന്ന കമ്പനിക്ക് നാരായണ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന പേരിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആരംഭിക്കുന്നതിന് IRDAI, അതായത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചു. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. അദാനി വിൽമാർ എന്ന സ്റ്റോക്ക് ഇന്ന് ഇടിയാൻ സാധ്യത കൂടുതലാണ്. അദാനി വിൽമാറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിന് മുന്നോടിയായിട്ടുള്ള ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഈ ബിസിനസ് അപ്ഡേറ്റിൽ
എഡിബിൾ ഓയിലിൻ്റെ വില ഗവൺമെൻറ് കുറച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ എഡിബിൾ ഓയിൽ സെഗ്മെൻറ്റിൽ നിന്നുള്ള കമ്പനിയുടെ റവന്യൂ 15% ഇയർ ഓൺ ഇയറിൽ ഇടിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എഡിബിൾ ഓയിൽ സെഗ്മെൻറ്റിൽ നിന്നുള്ള കമ്പനിയുടെ ബിസിനസ്സിലും 21% ഡ്രോപ്പ് വന്നിട്ടുണ്ട്. എന്നാൽ FMCG ബിസിനസ്സിൽ 28% വളർച്ചയും എസൻഷ്യൽ 28% വളർച്ച കമ്പനി കൈവരിച്ചു. ഇൻഡസ്ട്രി എസൻഷ്യൽ ബിസിനസ്സിൽ ഫ്ലാറ്റ് പെർഫോമൻസ് ആണ് നടത്തിയത്. കമ്പനിയുടെ മേജർ റവന്യൂ എഡിബിൾ ഓയിൽ ബിസിനസ്സിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് മോശമാകാനുള്ള സാധ്യത കൂടുതലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്